നമ്മൾ ഒരു ദിവസം എത്ര തവണ കണ്ണാടിയിൽ നോക്കാറുണ്ട്? നമ്മുടെ മുഖം ഭംഗിയുള്ളതാണോ, മറ്റുള്ളവർക്ക് നമ്മെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടാറുണ്ടോ? എന്നാൽ ഒരു നഗരത്തിൽ കണ്ണാടികൾ തന്നെ ഇല്ലെങ്കിലോ? സ്വന്തം മുഖം പോലും കാണാൻ കഴിയാത്ത ഒരു ജനതയുടെ ഇടയിലേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നാൽ എന്തു സംഭവിക്കും? ഇന്ന് ലോകത്തിൽ ഒരിടത്തും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു നിഗൂഢ നഗരത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവായിരിക്കും ഈ കഥ. നെറ എന്നൊരു നിഗൂഢ നഗരം. അവിടെ കണ്ണാടികളോ പ്രതിഫലിക്കുന്ന വെള്ളമോ ഇല്ല. അവിടുത്തെ മനുഷ്യർക്ക് അവിടുത്തെ മരിക്കും എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം വാക്കുകളിൽ കൂടെയാണ് അവർ രൂപങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. സാബിർ എന്ന യുവാവ്, അവൻ ആ നഗരത്തിലെ ഒരു ശില്പിയായിരുന്നു. അവൻ മറ്റുള്ളവരുടെ രൂപങ്ങൾ മണ്ണിൽ കൊത്തിവെച്ചു. പക്ഷേ തൻ്റെ രൂപം എന്താണെന്ന് അവന് അറിയില്ലായിരുന്നു. ഒരു ദിവസം നഗരത്തിലെ ഒരു പഴയ ഗുഹയിൽ നിന്നും സാബിറിന് ഒരു തിളക്കമുള്ള ലോഹക്കഷ്ണം കിട്ടി. അതൊരു പഴയ കണ്ണാടിയായിരുന്നു. ആദ്യമായി അവൻ തൻ്റെ മുഖം അതിൽ കണ്ടു. അവൻ ഞെട്ടിപ്പോയി. താൻ ഇത്രയും കാലം സങ്കല്പിച്ച രൂപമോ തൻ്റേത് അവൻ തിരിച്ചറിഞ്ഞു. വളരെ വികൃതമായ രൂപം. അവന് സങ്കടമായി. സാബിർ ആ കണ്ണാടി നഗരവാസികൾക്ക് നൽകി. ഓരോരുത്തരും അതിൽ നോക്കി കരയാൻ തുടങ്ങി. ഞാൻ ഇത്രക്കും വിരൂപനാണോ? എൻ്റെ നിറം ഇതാണോ എന്നെല്ലാം അവർ ചിന്തിച്ചു. സങ്കടപ്പെട്ട് അവർ പരാതികളും പരിവട്ടവുമായി കഴിഞ്ഞുകൂടി. നഗരത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. ആരും തമ്മിൽ കണ്ടാൽ സംസാരിക്കാതെയായി. അന്യോന്യം പിണങ്ങി നടന്നു. ഒടുവിൽ ആ നഗരത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആ കണ്ണാടി എറിഞ്ഞു ഉടച്ചു. അദ്ദേഹം പറഞ്ഞു, കണ്ണാടി നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ തൊലിയെ മാത്രമാണ്. എന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ കണ്ടിട്ടാണ്. പുറം മോടി നോക്കാതെ ആ പഴയ നഗരമായിരുന്നു ഏറ്റവും സുന്ദരം. അതായിരുന്നു നമുക്ക് ഇഷ്ടവും എന്ന് ആ ജ്ഞാനി എല്ലാവരോടായിട്ട് പറഞ്ഞു. സാബിർ പിന്നീട് കണ്ണാടികളില്ലാത്ത മനസ്സിലെ രൂപങ്ങൾക്ക് മാത്രം കൊത്തുന്ന ഒരു വലിയ ശില്പിയായി മാറി. സുഹൃത്തുക്കളെ, ആ കണ്ണാടി നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമാണ്. പുറം മോടിയിൽ ഞാൻ വഞ്ചിതരാകരുത്. ലോകം കാണുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്. നിങ്ങളുടെ യഥാർത്ഥ ഭംഗി നിങ്ങളുടെ ഉള്ളിലുള്ള ഭംഗിയാണ്. നിങ്ങളുടെ സ്വഭാവവും സൽഗുണങ്ങളുമാണ്. മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്വന്തം